ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ സുധീഷിനോട് ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അവനോട് തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറയാണ്. അങ്ങനെ അവർ റോഡ് സൈഡിൽ നിന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ സുധീഷ് വിചാരിക്കുന്നത് എന്താ, അവൾക്കൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം അവൾ എന്നോട് പുറത്ത് കൊണ്ടുപോകാൻ പറഞ്ഞെന്നൊക്കെയാണ് അവൻ വിചാരിക്കുന്നത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിധി നിനക്ക് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോകാൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ, നമുക്ക് പുറത്ത് പോകാം എന്നൊക്കെ അവൻ ഇങ്ങനെ സന്തോഷത്തോടെ പറയണം. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് നിധിക്ക് ഒരു തരം മരവിപ്പ് അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ നിധി അവനോട് പറയുന്നുണ്ട്, നമുക്ക് ഡിവോഴ്സ് ചെയ്യണം, കാരണം നമ്മളൊരു നൂലാമലയിൽ പെട്ട് നിൽക്കുകയാണ്, ഇതൊരു ആപത്താണ്, എല്ലാവരും അറിഞ്ഞൊരു കല്യാണമാണിത്, അപ്പം നമുക്കത് എല്ലാവരോടും പറഞ്ഞറിയിക്കണം ഇത് ഫേക്കായിരുന്നു എന്നുള്ളത്. അപ്പം നമ്മളിത് ഡിവോഴ്സ് ചെയ്യാത്തോടത്തോളം കാലം അത് പിടിമുറുകേ ഉള്ളൂ, നിയമത്തിന് മുന്നിൽ നമ്മൾ കല്യാണം കഴിഞ്ഞവരാണ്, നമുക്ക് മാത്രമാണ് ഇതൊരു ബൊമ്മ കല്യാണം എന്നൊക്കെ അവൾ അവനോട് പറയാണ്. ഇതെല്ലാം കേട്ടിട്ട് സുധീഷ് ആകെ ഷോക്കായി എന്നൊക്കെ, കാരണം അവൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ, അവനാണെങ്കിൽ അവളെ പ്രണയിച്ച് വരികയാണല്ലോ. നിധി പറയുന്നതിനൊക്കെ സുധീഷ് തിരിച്ചു പറയുന്നത്, അത് വേണോ നിധി, എന്തിനാ അത്ര പെട്ടെന്ന്, നമ്മളെ കല്യാണം നമുക്കറിയാലോ എങ്ങനെയാണെന്നുള്ളത്, പിന്നെ എന്തിനാ അതിൻ്റെ ആവശ്യം, ഇതൊക്കെ കേട്ടിട്ട് നിധി പറയുന്നുണ്ട് സുധീഷിനോട്, സുധീഷ് നീ എന്താ പൊട്ടനാവാണോ, നിനക്കറിയില്ല, നീ എന്താ സീരിയസ് ആയി ചിന്തിക്കാത്തതെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ഏടത്തി പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ ഞാനിത് ഇത്ര ചിന്തിക്കില്ലായിരുന്നു. അപ്പോൾ സുധീഷ് മനസ്സിൽ പറയുന്നുണ്ട്, ഏട്ടത്തി മഹാഭാബി എന്നൊക്കെ, കാരണം അവൻ അവളെ ഇഷ്ടപ്പെട്ട് വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ നിധി അവനോട് താങ്ക്സ് ഒക്കെ പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, അതിനൊക്കെ താങ്ക്സ് കേട്ടോ, ഞാൻ കാരണമാണല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്, എനിക്ക് വേണ്ടിയിട്ടാണല്ലോ, ഞാൻ കാരണമല്ല എന്നാൽ അങ്ങനെ ഒരു തീരുമാനം നിങ്ങളെടുത്തത്, അതിനെനിക്ക് വലിയൊരു താങ്ക്സ് ഉണ്ടെന്നൊക്കെ അവൾ അവനോട് പറയുന്നുണ്ട്. പക്ഷേ സുധീഷിന് ഇതൊന്നും ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. എന്നിട്ട് നിധി പറയാണ്, അവൾ ചിരിച്ചുകൊണ്ടാണ് കേട്ടോ പറയുന്നത്, നാളെ രാവിലെ നമ്മൾ എണീറ്റാലുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിവോഴ്സിൻ്റെ കാര്യം നോക്കുന്നതാണ് കേട്ടോ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. എന്നിട്ട് വാ നമുക്ക് കാറിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അവൾ വണ്ടി കയറിയിരിക്കുകയാണ് കേട്ടോ. പക്ഷേ സുധീഷ് ആകെ ഒരു മരവിച്ച അവസ്ഥയിലാണ്, അവന് ഭയങ്കര വിഷമമായിട്ടുണ്ട്, കാരണം അവനവളെ ഇഷ്ടമായതുകൊണ്ട് തന്നെ. പിന്നീട് കാണിക്കുന്നത് രാവിലെ നിധി വീട് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ സുധീഷ് എണീറ്റ് വരുന്നുണ്ട്. അപ്പോൾ സുധീഷ് അവളെ കണ്ടപ്പോൾ ആലോചിക്കുന്നത് അവൾ തലേ ദിവസം പറഞ്ഞ കാര്യമാണ്. അങ്ങനെ അവൻ കോട്ടുവായി ഇടുമ്പോഴാണ് നിധി അവനെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, രാവിലെ തന്നെ കോട്ടുവായിട്ട് തുടങ്ങിയോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, പിന്നെന്താ ചെയ്യുക? അപ്പോൾ അവൾ പറയുന്നുണ്ട്, കിളയ്ക്കാൻ പോകണം. അങ്ങനെ അവർ കുറച്ച് തമാശയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ പറയാണ്, ഞാൻ ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഓ പോത്ത് പോലെ കിടന്നുറങ്ങുന്ന കണ്ടു. അപ്പോൾ അവൻ പറയാണ്, ഓ കണ്ണടച്ച് കിടക്കുന്നൊക്കെ ഉറക്കാണോ? ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ ആലോചിക്കായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ ആലോചിക്കുന്നത്? അല്ല നീ ഇന്നലെ അങ്ങനെ ഒരു ബോംബല്ലേ പൊട്ടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നിധി പറയുന്നുണ്ട്, എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇതൊക്കെ അറിയുമ്പോൾ എല്ലാവർക്കും വിഷമാവില്ലേ? ആർക്ക്? അകത്തുള്ളവർക്ക് സുഭാഷ് ചേട്ടനൊക്കെ വിഷമാവില്ലേ എന്നൊക്കെ അവൻ പറയാട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്ത് വിഷമം? നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചത് ശരിക്കല്ല എന്ന് സുഭാഷ് ചേട്ടൻ അറിയാലോ, അപ്പോൾ നമ്മൾ ഡിവോഴ്സ് ആകുമ്പോൾ സുഭാഷ് ചേട്ടൻ സന്തോഷിക്കില്ലേ വേണ്ടത്? അപ്പോൾ അവൻ അടുത്തടവ് പ്രയോഗിക്കുകയാണ്. അപ്പോൾ നികേഷ് ഹരീഷ് അവരെന്ത് വിചാരിക്കും? അവർക്ക് വിഷമാവില്ലേ? അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, ഓ അവർക്ക് വിഷമാവെന്ന് വെച്ചിട്ടാണോ സുധീഷ് ഇത്രയും കാലം ഓരോ കാര്യങ്ങൾ ചെയ്തത്? അല്ലല്ലോ, ഇത്രയും കാലം പറഞ്ഞ ഒരുപാട് കള്ളങ്ങൾക്കിടയിൽ ഒരു കള്ളം, അത്രേ അവർ വിചാരിക്കുള്ളൂ. എന്നിട്ട് അവൾ പറയാണ്, നമ്മളെപ്പോഴാണ് ഇറങ്ങുന്നത്? അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ട്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, വക്കീലിനെ കാണണ്ട. അപ്പോൾ അവൻ പറയാണ്, അതിന് 2-3 ആഴ്ച എടുക്കും നല്ല വക്കീലിനൊക്കെ കണ്ടുപിടിക്കാൻ. അത് കേട്ടപ്പോൾ അവൾ പറയാണ്, എന്താ സുഭാഷ് ഇതപ്പോൾ എത്ര ലേറ്റായി പോകും? ഞാനൊരു വക്കീലിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മളതത്ര പ്രശ്നമൊന്നുമില്ലല്ലോ, നമ്മൾ മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ചെയ്യില്ല, അപ്പോൾ ഡിവോഴ്സൊക്കെ വേഗം കിട്ടും. എൻ്റെ പണി കഴിഞ്ഞു, ഞാനെന്നാൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവൾ പോകാൻ നിൽക്കുമ്പോൾ അവൻ അവളെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയണം, നീ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചല്ലേ, ഇതിൽ എനിക്ക് റോളൊന്നുമില്ലല്ലോ, നീ തീരുമാനിക്കുന്നു, നീ ചെയ്യുന്നു, നീ ഇടയ്ക്ക് വീട്ടിലേക്ക് വരുന്നു, നിനക്ക് തോന്നുമ്പോൾ നീ ഇറങ്ങി പോകുന്നു, ഒക്കെ നിൻ്റെ ഇഷ്ടം, നമുക്കിതിൽ റോളൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്താ സുധീഷ് നിൻ്റെ നന്മയ്ക്കും കൂടെ വേണ്ടിയിട്ടല്ലേ പറയുന്നത്? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഓ മനസ്സിലായി. എന്നിട്ട് അവൾ ഞാൻ വക്കീലിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്, സങ്കടത്തോടെ വിചാരിക്കുകയാണ് കേട്ടോ, ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടത് നീ പെട്ടെന്ന് പോകാനല്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ എന്ന് അവൻ ഓർക്കാണ്. പിന്നീട് കാണിക്കുന്നത് വക്കീലിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സുധീഷിന് നിധീനെയാണ്. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് സാന്ദ്ര വിളിക്കുന്നത്. അപ്പോൾ അവൾ സാന്ദ്രനോട് പറയുന്നുണ്ട്, ഏടത്തി ഞാനിവിടെ വക്കീലിനെ കാണാൻ വന്നതാണ്. അപ്പോൾ സാന്ദ്ര പറയുന്നുണ്ട്, അത് നന്നായി, ഇതൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ടതായിരുന്നു, എന്തായാലും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അങ്ങനെ അവളവിടെ പോയി ഇരിക്കുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്. അപ്പോഴേക്കും വക്കീൽ അവരെ വിളിക്കുകയാണ്. അങ്ങനെ അവൾ വക്കീലിനോട് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞങ്ങൾ സെറ്റ് ആവില്ല സാർ, എത്രയായി നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? അപ്പോൾ അവൾ പറയുകയാണ് 2 മാസം. അത് കേട്ടപ്പോൾ വക്കീൽ ഷോക്കാവാണ്, 2 മാസം കൊണ്ട് ഡിവോഴ്സോ? അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു കാരണം വേണം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞങ്ങൾ വൈബ് സെറ്റ് ആവില്ല സാർ, ഞങ്ങൾ രണ്ടുപേരും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ വക്കീൽ പറയുകയാണ്, അത് അങ്ങനെ തന്നെയാണ് എല്ലാവരും, പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പേസ് നിങ്ങൾ കണ്ടെത്താണ് വേണ്ടത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല സാർ ഞങ്ങൾ ശരിയാവില്ല. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, നിങ്ങൾ 2 മാസം കൊണ്ട് ഡിവോഴ്സ് വേണമെന്ന് പറയുമ്പോൾ ഇതിനൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കാരണം വേണം, ഇത് സെറ്റ് ആവില്ല വൈബാവില്ലെന്ന് കോടതിയിൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൾ പറയുകയാണ്, സാർ മ്യൂച്വൽ ആയിട്ടുള്ള ഡിവോഴ്സിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ, എനിക്ക് സുധീഷിനെ ഇഷ്ടമല്ല, സുധീഷിനെ എന്നെ ഇഷ്ടമല്ല, അപ്പം ഞങ്ങൾക്ക് എന്തായാലും ഡിവോഴ്സ് ആയേ പറ്റൂ, ഈ കല്യാണം ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയതാണ്, അത് ഞാൻ കോടതിയിലായിട്ട് പറഞ്ഞോളാം. അപ്പോൾ സുധീഷ് അവളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി എന്തോ പറയുമ്പോഴേക്കും അവൾ പറയുന്നുണ്ട്, സുധീഷ് മിണ്ടാതിരിക്കും, ഞാൻ പറഞ്ഞോളാന്ന്. അങ്ങനെ വക്കീൽ ചോദിക്കുകയാണ്, സുധീഷിന് എന്തോ പറയാനുണ്ടല്ലോ, എന്താ താങ്കൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ്.
എന്നാൽ നിധി അത് പറയാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പം നിധി പറയാണ് ഞങ്ങൾക്ക് എന്തായാലും ഡിവോഴ്സ് വേണം സാർ, സാറിന് പറ്റില്ലെങ്കിൽ ഞങ്ങൾ വേറെ വക്കീലിനെ കണ്ടോളാം. അപ്പോൾ ആ സാറ് ചിരിച്ചിട്ട് പറയാണ് എനിക്ക് നിങ്ങൾ ഉപദേശിക്കലല്ലോ പണി, അപ്പം നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ തന്നോളൂ, ഞാൻ നോക്കാം, ഞാൻ എന്നിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാം, എന്നിട്ട് നിങ്ങൾ ഹയറിങ്ങിന് കോടതിയിലേക്ക് വന്നാൽ മതി, എന്നിട്ട് അവരോട് ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. അങ്ങനെ വക്കീൽ ചോദിച്ചാൽ മാരേജ് സർട്ടിഫിക്കറ്റ് അവൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് ID പ്രൂഫ് വേണം. അപ്പോൾ അവളുടെ അടുത്തില്ലല്ലോ, അപ്പോൾ അവൾ ഷോക്കാവാണ് കേട്ടോ. ID പ്രൂഫ് വേണമെന്ന് അവൾ ചിന്തിച്ചിട്ടും കൂടി ഇല്ല. അപ്പോൾ അയാൾ പറയാണ്, അതായത് വക്കീൽ പറയാണ്, നിങ്ങളൊക്കെ പഠിച്ച കുട്ടികളല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല അതിനെപ്പറ്റി, അല്ല നിങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ ആധാർ കാർഡ് വേണമായിരുന്നല്ലോ. അപ്പോൾ അവൾ പറഞ്ഞിട്ട് ഇല്ല സാർ, ഞാൻ വീട്ടിൽ നിന്ന് ഒരു രേഖകൾ എടുക്കാതെയാണ് വന്നത്, പെട്ടെന്ന് ഓടിപ്പോകുന്നതല്ല, അതുകൊണ്ട് ഒന്നും എടുത്തില്ല, പക്ഷേ അവിടെ ഞാൻ കൊടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് കേട്ടപ്പം വക്കീൽ പറയാണ്, നിങ്ങളൊക്കെ പഠിച്ചവരല്ലേ, നിങ്ങൾക്ക് ചിന്തിച്ചുകൂടാ, അത് ആവശ്യമുണ്ടല്ലോ, അല്ലാണ്ട് ഒരിക്കലും നമുക്ക് മാരേജ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ സുധീഷ് എന്തോ ഒരു കള്ളത്തുറപ്പിച്ചിട്ടാണല്ലോ ഒന്ന് അങ്ങനെ റെഡി ആയത്. അപ്പോൾ സുധീഷ് ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവളോട് പറയുന്നുണ്ട് എനിക്കറിയില്ല എന്ന്. എന്നിട്ട് സാറ് പറയണോ ഒന്നുകിൽ ആധാർ നമ്പർ കിട്ടിയാലും മതി, എന്നിട്ട് നിങ്ങൾ പുതിയ ആധാറിന് അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ പ്രൂഫ് എന്തായാലും ഇവിടെ കൊണ്ടുവരണം, എന്നിട്ട് പിന്നെ വരുമെന്ന് പറഞ്ഞിട്ട് അവരോട് പോകാൻ പറയാണ്. അങ്ങനെ കാറ് കയറുമ്പോൾ നിധി ഇത് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ സുധീഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ നിധി പറയുന്നുണ്ട് എന്താ ഇപ്പോൾ ചെയ്യുക സുധീഷ്, നമ്മളവിടെ ID പ്രൂഫ് കൊടുത്തിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ എങ്ങനെ നടന്നതെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയാം, നിങ്ങളല്ലേ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട് എന്നെപ്പോലെ നീയും ഉണ്ടായിരുന്നില്ലേ. എന്നിട്ട് അവൻ ഇങ്ങനെ കള്ളത്തരം മറയ്ക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. പക്ഷെ നിധി ആകെ തലപ്പകുഞ്ഞുകൊണ്ടിരിക്കുകയും എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഫോണിലുണ്ടായിരുന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ അവൾ ഇങ്ങനെ തരം തിരിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് അവൾ ഓർക്കുന്നത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി നമുക്ക് കോപ്പി കിട്ടില്ലേ. അത് കേട്ടപ്പോൾ അവന് ടെൻഷനായി. അപ്പോൾ അവൻ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ ഒന്ന് ആലോചിക്കും നിധി, നീ അവിടെ പോയാൽ അവർ ചോദിക്കും ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഡിവോഴ്സ് ആവുന്നതെന്ന്, കാരണം നമ്മൾ അത്ര റിസ്ക് എടുത്തിട്ടാണല്ലോ കല്യാണം കഴിച്ചത്. അപ്പം നമ്മൾ കാരണങ്ങൾ പറയുമ്പോൾ 2 മാസം കൊണ്ട് ഡിവോഴ്സ് ആവാന്ന് പറയുമ്പോൾ അവരെന്തായാലും നിൻ്റെ അച്ഛനോട് പറയും. അപ്പം നിൻ്റെ അച്ഛൻ വീണ്ടും നിന്നെ കൊണ്ടുപോയിട്ട് ആ ഓസ്ട്രേലിയക്കാരനെ കൊണ്ട് കെട്ടിക്കും. എന്നിട്ട് നീ അവിടെ പോയിട്ട് അയാൾക്ക് ചപ്പാത്തി, ചിക്കൻ, ചോറ് അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്ത് അയാൾക്ക് കിച്ചൺ വർക്കും കൂടി ചെയ്ത് കൊടുക്കേണ്ടി വരും. നിനക്ക് വേണോ? അത് കേട്ടപ്പോൾ ഇത് പറഞ്ഞിട്ട് വേണ്ട വേണ്ട അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, എൻ്റെ ആധാർ നമ്പർ ഒപ്പിക്കുകയാണെങ്കിൽ എനിക്ക് പുതിയ ആധാറിന് അപ്ലൈ ചെയ്യാലോ അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പോവാണ്. അങ്ങനെ വീട്ടിലെത്തി നിധിയാണെങ്കിൽ ടേബിളിൽ ഇരുന്നിട്ട് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം അവൾ ഫോണൊന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുധീഷ് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് വന്നപ്പോൾ തൊട്ട് ഫോണിലാണല്ലോ. അപ്പോൾ അവളിങ്ങനെ നമുക്കിത് എങ്ങനെയെങ്കിലും ചെയ്യണം സുധീഷ്, ഞാൻ ആധാർ നമ്പർ കിട്ടുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് സുനന്ദ വരുന്നത്. സുനന്ദനെ കണ്ടപ്പോൾ തന്നെ 2 പേർക്കും ദേഷ്യം വന്നു. അങ്ങനെ സുധീഷ് അപ്പുറത്ത് മാറി പോയിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും ഇവിടെ എന്തിനാ അപ്പോൾ അങ്ങോട്ട് വന്നേന്ന്. അപ്പോൾ സുനന്ദ ചോദിക്കുകയാണ് ഇവിടെ ഇല്ലേന്ന്. അത് കേട്ടപ്പോൾ നിധി ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇല്ല, അല്ല എനിക്ക് സുഭാഷ് ചേട്ടനൊന്ന് കാണണം, ഞാൻ കാരണം ഒരുപാട് പ്രശ്നം ഉണ്ടായി. അപ്പം നിധി അവളോട് ചൂടാവാണ്, നീ കാരണം എന്തൊക്കെ പ്രശ്നം ഉണ്ടായി എന്നാണോ, എന്തൊക്കെ പ്രശ്നം ഉണ്ടായി നിനക്കറിയാലോ, പിന്നെന്താ നീ ചോദിക്കുന്നത്, ഞാനടക്കം അതായത് നികേഷ് അടക്കം പോലീസിൽ കയറേണ്ടി വന്നു, ഞങ്ങൾ അവസ്ഥ നീ ആലോചിച്ച് നോക്കൂ, അവൻ പഠിക്കുന്ന കുട്ടിയല്ലേ, ഒക്കെ നീ കാരണമാണ്. അത് കേട്ടപ്പോൾ സുനന്ദ പറയുന്നുണ്ട് ദേഷ്യമാണ് എന്നോട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ദേഷ്യമല്ല സുനന്ദ, അന്നത്തെ അവസ്ഥ ഓർത്ത് പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ റിവ്യൂസ് ഇഷ്ടമാണെങ്കിൽ എന്നെ എന്തായാലും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ, താങ്ക്